ഗോപു, വിജിതേനെ എനിക്കറിയാം. വിജിത പ്രേംസുന്ദർ എന്ന് പറഞ്ഞിട്ട് ഒരാളിനെ പറ്റി അറിയാം. കുറേ നമ്മളുടെ കോമൺ ഫ്രണ്ട്സിന്റെ സൈഡിൽ നിന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ വിജിതയെ ശരിക്കും അടുത്ത് ഞാൻ അറിഞ്ഞത് ഒരു ചങ്ങാതി ട്രെയിനിങ്ങിന് ഞാൻ 2 ദിവസത്തെ ഇതിന് പോയിട്ടുണ്ടായിരുന്നു. വിജിതയെ പറ്റി പറയണെങ്കിൽ സച്ച് കൂൾ പേഴ്സൺ. ഇങ്ങനെ വരിക, അങ്ങോട്ട് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ എനിക്കറിയില്ല ഏതൊക്കെയോ ലോകത്തിൽ നിന്ന് നമ്മളെ പിടിച്ചിങ്ങ് കൊണ്ടുവരും. ഇങ്ങനെ നോക്കിയിരുന്ന സമയം പോകുന്നത് അറിയേയില്ല. ആൻഡ് ദ സോർട്ട് ഓഫ് ഇൻഫർമേഷൻ ദാറ്റ് വി ഗെറ്റ്, ഇവർക്ക് ഒരു കാര്യമുണ്ട് കേട്ടോ. ഞാൻ ഇന്നലെ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞ പോലെ PPT പ്രസന്റേഷൻ ഒക്കെ ഭയങ്കര ലിമിറ്റഡാ. ഇറ്റ്സ് ഓൾ ടോക്കിംഗ് ആൻഡ് വിത്ത് ലൈവ് എക്സ്പീരിയൻസസ്. അപ്പൊ അത് കൂടെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമ്പോൾ ശരിക്കും നമ്മൾ ഏതൊക്കെയോ ലോകത്തിൽ ഇവർ ഈ പറയുന്ന ആ ഒരു സ്റ്റോറിയും ആ ഒരു ആളുടെ എക്സ്പീരിയൻസും ഒക്കെ ആയിട്ട് നമ്മൾ അങ്ങ് 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 പോകും. അപ്പൊ നിങ്ങൾക്ക് രണ്ടാൾക്കും അറിയാത്ത വിജിതേനെ ഞാൻ എങ്ങനെയാ അറിയാം? വിജിതയ്ക്ക് ഇന്ന് അറിയില്ലല്ലോ. പക്ഷെ എനിക്ക് വിജിതേനെ 6 വർഷം മുമ്പ് തൊട്ട് അറിയോ? 6 വർഷം മുമ്പോ? അതെ. അതിന്റെ കഥ ഞാൻ പറയാം. ഞാൻ പാലക്കാടേക്ക് ഷിഫ്റ്റ് ചെയ്ത സമയത്ത് ലേണിംഗ് ഡിസബിലിറ്റിനെ പറ്റിയ ഒരു കോഴ്സ് പഠിക്കാൻ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അത് ചെയ്യുമ്പോൾ എനിക്കൊരു പ്രോജക്റ്റ് വന്നു. എനിക്ക് ടീനേജ് സ്റ്റുഡൻസിന് എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഫേസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ കുട്ടികൾ ആ സ്റ്റേജ് എത്തുന്നേ ഉള്ളൂ. എൻ്റെ സ്റ്റുഡൻസും അതിലും യങ്ങർ ഏജ് ആണ്. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ചോദിച്ചു, അയ്യോ ടീനേജ് ഡിഫിക്കൽട്ടീനെ പറ്റിയിട്ട് ഞാൻ ആരോട് ചോദിക്കും പറഞ്ഞപ്പം അവള് പറഞ്ഞു, കുട്ടികളുടെ റിലേറ്റഡ് എനി ലേണിംഗ് ഡിസബിലിറ്റി ദർ ഇസ് ഓൺലി വൺ നെയിം പാലക്കാടില്. മൈ ഗോഡ്. അതെ, അത് വളരെ ട്രൂ. എന്താന്നറിയോ, ഓരോ ദിവസം വിജിയുടെ സ്റ്റേറ്റസ് നോക്കുമ്പോഴും ഓരോ സ്കൂളിൽ ഓരോ ലൊക്കേഷനിലാ. ശരിക്കും എനിക്ക് ഇതിനെപ്പറ്റി ഒന്ന് ചോദിക്കാനുണ്ട്, എവിടുന്ന് ഈ എനർജി കിട്ടുന്നു എന്ന്. അതിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടന്റ് കാര്യം, നിങ്ങളിപ്പോ കാണുന്ന പുറത്തുനിന്നുള്ളത് ഒരു പ്രൊഫഷണൽ വിജീനല്ലേ. ഞാൻ അവിടെ ഒരു ബ്യൂട്ടിഫുൾ ഹ്യൂമൻ ബീങ്ങിനെ കണ്ടു. അതെങ്ങനെ അറിയോ? ഈ ഒന്നും ഇന്ന അറിയാത്ത ഞാൻ വിജിക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടെന്ന് വിജിക്ക് ഓർമ്മ പോലും ഇല്ലേ. ആ മെസ്സേജിൽ ഞാൻ ചോദിച്ചത്, ദിസ് ഫ്രണ്ട് ഹാസ് കണക്റ്റഡ് മീ ടു യു, ക്യാൻ യു പ്ലീസ് ടെൽ മീ വാട്ട് ആർ ദ പ്രോബ്ലംസ് ഫോർ Face. ടീനേജേഴ്സ്. ഞാനൊരു പ്രോജക്റ്റ് ഇങ്ങനെ ചെയ്യാണ്, ഐ നീഡ് യുവർ ഹെൽപ്പ് എന്നാ. ഒന്നും എന്നോട് ചോദിക്കാതെ ആ വ്യക്തി അന്ന് യു റിപ്ലൈ ടു മീ. ഓ, ആ ഭംഗിയായിട്ട് അയച്ചു തന്നു. അതാ പറഞ്ഞ. സോ ഐ ലൈക്ക് ദറ്റ് ഹ്യൂമൻ ബീങ് ഇൻസൈഡ് യു. അതിനുശേഷം ഞാൻ വിജിതനെ കാണുമ്പോൾ ആ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ ഷീ ഗേവ് മീ നോ, ഇത്രയും നല്ലൊരു ഇറ്റ്സ് സോ നൈസ്. ഓക്കെ, താങ്ക് യു. ഇന്നത്തെ ദിവസം ധന്യമായി. ഉള്ള കാര്യങ്ങളല്ലേ ഞങ്ങള് പറഞ്ഞേ. അതുപോലെ വിജി, ഞാൻ ചോദിക്കുക, ഈ ഇങ്ങനെ എല്ലാ സ്കൂളിൽ ഇപ്പം ഇന്നലെ വരെ ഞാൻ വിജിയുടെ സ്റ്റേറ്റസ് നോക്കുമ്പം വിജി എവിടെയോ ഇങ്ങനെ താഴത്തേക്ക് നോക്കിയിരിക്കുന്ന ഒരു ഫോട്ടോയാണ് ഞാൻ കണ്ടത്. അപ്പം എല്ലാ ദിവസവും അല്ലെങ്കിൽ ഒരു വീക്കിൽ എനിക്ക് തോന്നുന്നു ഒരു 4-5 ദിവസം പല പല സ്കൂൾസിൽ പോയി പല പല കുട്ടികളുടെ അടുത്ത് ഇന്ററാക്ട് ചെയ്യുന്നു. അപ്പം വിജിക്ക് ഈ എനർജി എവിടെന്നാ കിട്ടുന്നേ? അത് ആദ്യം ചോദിക്കട്ടെ. പറയണം. ആക്ച്വലി ഞാൻ ഭയങ്കര ഫിസിക്കലി വീക്ക് ആയിട്ടുള്ള ഒരാളാണ്. അതായത് ഭയങ്കര ഇമ്മ്യൂണിറ്റി കുറവുള്ള, ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് 8-ാം മാസത്തിൽ പ്രസവിച്ചതാണ് നിന്നെ, അതുകൊണ്ട് ഇമ്മ്യൂണിറ്റി വളരെ കുറവാണ്. കഥയായിട്ടാണോ എന്ന് എനിക്കറിയില്ല. എന്റെ അമ്മ എന്നെ പ്രസവിക്കുമ്പം 8 മാസമായിട്ടുള്ളൂ. അടുത്ത ഏതോ വീട്ടില് ഏതോ ഒരു സ്ത്രീ പ്രസവിക്കാൻ കിടന്ന് വേദനിച്ച് അവർ പ്രസവിച്ചു. ആ വേദന കണ്ടിട്ട് എന്റെ അമ്മ പ്രസവിച്ചു 8-ാം മാസത്തിൽ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ആ ടെൻഷൻ. അതെ, അപ്പം ഇമ്മ്യൂണിറ്റി വളരെ കുറവാണ്. എന്നും അസുഖമാണ്. എന്റെ ഹസ്ബൻഡിനോട് ചോദിച്ചാൽ അറിയാം, വന്നു കഴിഞ്ഞാൽ ഞാൻ കിടപ്പിലാണ്. പക്ഷേ ഓഡിയൻസിനെ ഫേസ് ചെയ്യുക, അവരുടെ അടുത്ത് സംസാരിക്കുക, കുട്ടികളോട് സംസാരിക്കുക, എസ്പെഷ്യലി ടീനേജേഴ്സ്. നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലാസ്സിലൊക്കെ 120-200 കുട്ടികളാണ് ഉണ്ടാവുക. അവരെ പിടിച്ച് ഇരുത്താന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഒരു 1.5 മാസമായിട്ടാണ് എന്റെ സ്റ്റാറ്റസ് കാണുന്നത്. അത് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഒരു പ്രൊജക്റ്റ് ആണ്. മെന്റൽ ഹെൽത്തിന്റെ ക്ലാസ്സസും പിന്നെ പാരന്റിങ്, മക്കളോടൊപ്പം എന്ന പ്രോഗ്രാം. അത് പാലക്കാടുള്ള റിസോഴ്സ് പേഴ്സൺ ആണ് ഞാൻ. സോ ഈ സ്കൂൾസിലൊക്കെ ഡെയിലി പോണം. 1-2 സെഷൻസ് എടുക്കണം. പക്ഷെ അവിടുന്ന് കിട്ടുന്ന ഒരു എനർജി ഉണ്ടല്ലോ, അതാണ് എന്നെ വീണ്ടും വീണ്ടും അടുത്ത ദിവസം പോവാൻ പ്രേരിപ്പിക്കുന്നത്. ഫിസിക്കലി എനിക്ക് വയ്യ, ടയേർഡാണ്. വൺസ് എന്റെ ഹസ്ബൻഡ് പറയും, ഇവൾ ഇത്രയൊക്കെ വയ്യെങ്കിലും മൈക്ക് കൈ കൊടുത്താൽ പിന്നെ ഫുൾ ഓൺ ആണ്. അത് താഴെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇരുന്ന് ചുമക്കാൻ തുടങ്ങും, ക്ഷീണിക്കാൻ തുടങ്ങും.
പക്ഷെ നമ്മളെ അത് പ്രേരിപ്പിക്കുന്നത് അല്ലെങ്കിൽ അതാണ് ജീവൻ നിലനിർത്തുന്ന സാധനം എന്നാണ് എനിക്ക് തോന്നുന്നത്. മക്കളോട് സംസാരിക്കുക, അവരുടെ പാരന്റ്സിനോട് സംസാരിക്കുക. എനിക്ക് നല്ലൊരു അനുഭവം ഉണ്ടായത്, ഞാൻ ഇങ്ങനെ ക്ലാസ് ഒക്കെ എടുത്ത് അവിടെ ഇരിക്കുകയാണ്, നെക്സ്റ്റ് ബാച്ചിന് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പൊ ഒരു കുട്ടി കുറേ നേരം ഇങ്ങനെ വട്ടത്തിൽ വരുന്നുണ്ട്. അപ്പൊ ഒരു കുഞ്ഞു മോൾ എൻ്റെ അടുത്ത്, കുഞ്ഞെന്ന് +1 കുട്ടി വന്നിരുന്ന് സംസാരിച്ച് എല്ലാം കഴിഞ്ഞപ്പോ അവള് പറഞ്ഞു എന്നോട്, ആന്റീന്ന് വിളിച്ചോട്ടെ? അപ്പൊ ഞാൻ യു ക്യാൻ എന്ന് പറഞ്ഞു. എന്നിട്ട് കുറേ സംസാരിച്ചു. നമ്മളൊന്നും കടന്നു പോവാത്ത അത്രയും വിഷമത്തിലൂടെ കടന്നു പോകുന്ന ഒരു കുട്ടി. അപ്പൊ സംസാരിച്ച് കഴിഞ്ഞ് പറഞ്ഞു, ജീവിതത്തിൽ ഞാൻ ഇന്നേ വരെ ആന്റി ഞാൻ ഇത് ആരോടും പറഞ്ഞിട്ടില്ല, ആരോടും പറയാൻ പറ്റില്ല, കാരണം എന്റെ പാരന്റ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാം കഴിഞ്ഞു. വിത്തിൻ ഒരു 5 to 7 minutes അത്രയും സംസാരിച്ചുള്ളൂ കേട്ടോ. അത്രയും സ്പീഡിൽ അവള് സംസാരിച്ചേ. എന്നിട്ട് പറഞ്ഞു, വിത്ത് യുവർ പെർമിഷൻ ഞാൻ ഈ കവിളിലൊരു ഉമ്മ തന്നോട്ടെ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ മെന്റൽ ഹെൽത്തിന്റെ ക്ലാസ്സസ് എടുക്കാൻ പോയിട്ട് 2013 ഈ പ്രൊജക്ട് നിലവിൽ വരുന്നത്. അന്ന് മുതൽ ഇതിന്റെ റിസോഴ്സ് പേഴ്സൺ ആണ്. ഇന്നേ വരെ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞു, തന്നോളൂ. എനിക്കും +1 പഠിക്കുന്ന ഒരു മോളുണ്ട്. അപ്പൊ ഞാൻ ഈ കവിൾ ഇങ്ങനെ നീട്ടി കൊടുക്കുക, ഇങ്ങനെ വരുമ്പോഴത്തേക്കുള്ള കെട്ടിപ്പിടിച്ച് എന്നെ 2 കവിളിലും മാറി മാറി ഉമ്മ വെച്ചു. എന്നിട്ട് ഒന്നും കൂടെ ഹഗ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ഹഗ് ചെയ്തു. എന്നിട്ട് അവള് തിരിച്ചു പോയി. അവള് പറഞ്ഞു, എന്റെ പ്രശ്നം പരിഹരിക്കപ്പെടുമോ എന്ന് എനിക്ക് അറിയില്ല, പക്ഷെ ഞാൻ അത് പറഞ്ഞു ഒരാളോട്, അത് മതി. അത്രയും പറഞ്ഞിട്ട് ആ കുട്ടി പോയി. അത് നല്ല നമുക്ക് ഓർമ്മയിൽ കാത്തു സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു സംഭവം. ഇതൊക്കെ കണ്ടിട്ട് ഒരു കുട്ടി ഇങ്ങനെ നടക്കുന്നുണ്ടേ. അവൾ ഓടി വന്നിട്ട് എന്റെ മുടി പിടിച്ചു ഒറ്റ വലി. അപ്പൊ ചോദിച്ചു, എന്തെന്നാ കാണിക്കുന്നേന്ന് ചോദിച്ചു. ഇത് ഒറിജിനൽ ആണോ നോക്കിയതാണ്. അതെനിക്ക് ഭയങ്കര അങ്ങനെയും ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ശരിക്കും എന്നെ ഡെയിലി എന്താ പറയാ, ഒരു ആ മോട്ടിവേഷൻ തരും. ആക്ച്വലി ഞാൻ മോട്ടിവേഷൻ സ്പീക്കർ അല്ല, എനിക്ക് ഇഷ്ടമല്ല, അതിനോട് എനിക്ക് കുറച്ച് വിയോജിപ്പുകൾ ഉള്ളതുകൊണ്ടാണ്. പക്ഷെ ഈ മക്കളുടെ ഒരു ശ്വാസം പോലെ നമ്മൾ കൊണ്ടു നടക്കുന്നത് അവരുടെ എനർജിയാണ്. അതുകൊണ്ട് എങ്ങനെയൊക്കെയോ പോവും. വൈകുന്നേരം തിരിച്ചു വരുമ്പോ ഏട്ടൻ പറയും, ഇവിടെ വന്നാലും മൈക്ക് ഉണ്ടെങ്കിൽ എന്റെ ഭാര്യ ഓൺ ആവുള്ളൂ എന്നുള്ള രീതി. വീട്ടില് ഒരെണ്ണം വാങ്ങി വെക്കുക. പക്ഷെ എന്താ സത്യം പറഞ്ഞാൽ എന്റെ ഹസ്ബൻഡ് തന്നെയാണ് ഈ എനർജി നിലനിർത്താൻ സഹായിക്കുന്ന ഒരാൾ. അത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. ഈവൻ ഈ ചങ്ങാതി ട്രെയിനിങ്ങിന് പോയാലും വിജിയുടെ എല്ലാ കാര്യങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു സപ്പോർട്ടറാട്ടോ. പ്രേമേട്ടനെ പറ്റി പറയാണ്ടിരിക്കാൻ പറ്റില്ല. എനിക്ക് തോന്നുന്നു ബിഹൈൻഡ് എവറി സക്സസ്ഫുൾ മാൻ ദർ ഇസ് എ വുമൻ എന്ന് തീർച്ചയായിട്ടും. പറയുന്നത് പോലെ തന്നെ ബിഹൈൻഡ് എവറി സക്സസ്ഫുൾ വുമൻ ദർ ഇസ് എ മാൻ ടു. തീർച്ചയായും അപ്പം എന്റെ ഹസ്ബൻഡ് ഇല്ല എങ്കിൽ ഒരുപക്ഷെ ഞാൻ ഇങ്ങനെ എത്തില്ല. ബിക്കോസ് ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു, ഇന്നലെ മിന്നാന്ന് മറ്റേ, എനിക്ക് മിണ്ടാതെ കല്യാണം കഴിഞ്ഞ് കുട്ടികളായി വീട്ടിലിരുന്ന് രാവിലെ ചോറും കറിയൊക്കെ വെച്ച് കൊടുക്കുക, കിടന്നുറങ്ങുക, TV കാണുക, അത്രയും ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. പക്ഷെ പഠിക്കണം, എനിക്ക് PG ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. അതൊക്കെ ശരി. പക്ഷെ ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് വന്നപ്പോ ഒരു ദിവസം പോലും എനിക്ക് വീട്ടിലിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക്, ജോലിയല്ല, ഇറ്റ്സ് ലൈക്ക് എ സർവീസ്. നമ്മൾ ഈ പോകുന്ന ജോലി, ഇപ്പൊ സ്കൂളിൽ പ്രോഗ്രാമിന് പോകുമ്പോൾ ഒരു ഡേ ആണ് പോകുന്നത്. നമുക്ക് നമ്മുടെ എക്സ്പെൻസ് മീറ്റ് ചെയ്യാനുള്ളത് പോലും ഇല്ല. പക്ഷെ കിട്ടുന്ന അനുഭവങ്ങൾ, ഒരു കുട്ടീനെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുക, ഒരു പാരന്റിനെങ്കിലും നമ്മുടെ ഒരു വാക്ക് കൊണ്ട് ഒരു ആശ്വാസം കിട്ടുക എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ. ഇതുപോലെ വിജിത്തയുടെ അടുത്ത് മിനിഞ്ഞാന്ന് ഞങ്ങൾ സംസാരിച്ചപ്പോ വിജി പറയുന്നുണ്ടായിരുന്നു, ഇതുപോലെ ഒരു കുട്ടി വന്ന് ഇങ്ങനെ വിജിക്ക് ഇപ്പം നിനക്ക് മെസ്സേജ് അയച്ചതുപോലും ഓർമ്മയില്ല, പക്ഷെ നിനക്ക് ഓർമ്മയുണ്ട്. അതെ. അതുപോലെ തന്നെ ആ കുട്ടി വന്ന് പറഞ്ഞിട്ട് ഒരു ഹോസ്പിറ്റലിൽ, പേരെടുക്കാൻ എനിക്ക് താല്പര്യമില്ല, പക്ഷെ ആ ഹോസ്പിറ്റലിൽ വെച്ച് വിജി ഇതുപോലെ കൗൺസിലിംഗ് ചെയ്യുമ്പം ലേണിംഗ് ഡിസബിലിറ്റി ആയിട്ട് ആ പേരൻസ് കൊണ്ടുവന്ന ഒരു കുട്ടിയാണ്. ആൻഡ് ഇപ്പം ആ കുട്ടി വന്ന് പിടിച്ചിട്ട് ചോദിച്ചു, എന്നെ ഓർമ്മയുണ്ടോന്ന്. ഒബ്വിയസ്ലി വിജി ആണെങ്കിൽ ഇങ്ങനെ ഡെയിലി 200-300 പീപ്പിളിനെ, കുട്ടികളെ കാണുമ്പം ഒബ്വിയസ്ലി ആ ഓർമ്മ നിക്കില്ലല്ലോ. അതായത് അപ്പൊ ആ കുട്ടി, ഞാനതൊക്കെ തീർക്കട്ടെ, ഒരു മിനിറ്റ്. അപ്പൊ ആ കുട്ടി പറയുന്നത് എന്താണെന്നറിയോ, എനിക്ക് ലേണിംഗ് ഡിസബിലിറ്റി ആയിട്ട് എന്റെ അച്ഛനും അമ്മയും കൊണ്ടുവന്നതാണ്, ഇപ്പൊ ഞാൻ പഠിക്കുന്നുണ്ട്, അന്ന് എന്നെ സഹായിച്ചത് കൊണ്ട് എനിക്കിപ്പൊ പഠിക്കാൻ പറ്റുന്നുണ്ട്. ആ കുട്ടി കുറെ വർഷമായി, ഇപ്പം കുറച്ച് വലിയ കുട്ടിയാണ്. അപ്പൊ അത് പറഞ്ഞപ്പോ ശരിക്കും സത്യം കേട്ടോണ്ടിരുന്നപ്പോ എനിക്ക് ഗൂസ് ബംസ് വന്നു. എന്താ പറഞ്ഞാൽ ഒരു കുട്ടിയെ ഹെൽപ്പ് ചെയ്ത് ആ കുട്ടി ഒരു ഇപ്പം ക്ലാസ്സിലെ ഫസ്റ്റ് ഒന്നും ആവണ്ട, എന്നാലും ഒരു ഡിസബിലിറ്റി ഉള്ള ഒരു കുട്ടിയെ ആ കറക്റ്റ് ടൈമില് നമ്മളെ ഹെൽപ്പ് ചെയ്ത് കൊണ്ടുവന്നത് ഒക്കെ ഒരു വലിയ കാര്യം തന്നെയാണ് വിജി. നമുക്ക് ഓർമ്മയുണ്ടാവില്ലല്ലോ. അപ്പൊ ആ കുട്ടി അവരെന്നോട് ഇങ്ങനെ ഞാനന്ന് ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്രയെന്ന് പറയുമ്പോ ഇത്രയല്ല, 2-ലോ 3-ലൊക്കെ ആയിരിക്കും. ഇന്ന് അവൻ ഇത്രയുണ്ട്. എനിക്ക് എന്നെ ഓർമ്മയുണ്ടാവില്ല. ഞാനും വന്നിട്ടുണ്ട്, എന്റെ അനിയനും വന്നിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഇത്രയായി, അവൻ ഇത്രയായി. അപ്പൊ അതൊക്കെയാണ് നമുക്ക് ജീവിതത്തിൽ ഒരു ഡെപ്പോസിറ്റ് മുന്നോട്ട് ജീവിക്കാൻ. നമ്മള് ഒന്നുമല്ല, ഇനി എനിക്ക് പറ്റില്ല,
എന്ന് ഫീൽ ചെയ്യുമ്പോൾ ഈ പറഞ്ഞ വാക്കുകളാണ് യെസ് യു ഹാവ് ടു മൂവ് ഓൺ, ഇനിയും കുറെ ചെയ്യാനുണ്ട്. ബേസിക്കലി ഞാൻ ഭയങ്കര മടിച്ചിയാ. ഭയങ്കര മടിച്ചിയാ എന്ന് വെച്ചാ, ഞങ്ങളെല്ലാവരും ആ, അത്രയും മടിച്ചായ എന്നെ കൊണ്ട് ഇങ്ങനെ പണിയെടുപ്പിക്കുക എന്ന് പറയുമ്പോ സംതിങ് എനിക്ക് ചിലപ്പോ എന്തിനാണ് ഇങ്ങനെ പണിയെടുക്കുന്നത് മടിച്ചായ ഞാൻ എന്ന് വിചാരിക്കാറുണ്ട്. പക്ഷെ നടന്നു പോകുന്നു. ഇതിൽ 2 പോയിന്റ്. ഒന്ന് നീ പറഞ്ഞ വേർഡ് ലേണിംഗ് ഡിസബിലിറ്റി, പിന്നെ വിജിത യൂസ് ചെയ്ത വേർഡ് മടിച്ചി. ഇത് രണ്ടും എനിക്ക് ആക്ച്വലി എന്റെ മനസ്സിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഫോർ ഇയേഴ്സ്. ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ കുട്ടികൾ അത്യാവശ്യം പഠിക്കുന്ന കുട്ടികളാകുമ്പോൾ നമുക്ക് ഈ ഡിസബിലിറ്റീനെ പറ്റി അറിയില്ല. ദോ യു ആർ എ ടീച്ചർ, ടീച്ചേഴ്സ് ആർ നോട്ട് അങ്ങനെയും എക്യുപ്ഡ് ഓർ ട്രെയിൻഡ് ദാറ്റ് ഡിസബിലിറ്റി കണ്ടുപിടിക്കാൻ. അപ്പൊ ഒരു ഫ്രണ്ടിന്റെ ഒരു മകനുണ്ട്, ആ മോനെ എനിക്ക് എന്റെ മോൾ അതേ ഏജിൽ അറിയാം. ഈ കുട്ടി ഈ മോന് മാത്രം ക്ലാസ് പോയാല് ബിൽഡിങ്ങിലൊക്കെ അവൻ ഹാപ്പി, ക്ലാസ്സിലെത്തിയ ഉറങ്ങാണ്. രാവിലെ നേരത്തെ നീക്കും 6 മണിക്ക്. 6 മണിക്ക് കഴിഞ്ഞിട്ട് 6:30 നമ്മളെ സ്കൂൾ ആസ് 6:30 വരെ ഈ കുട്ടി TV കണ്ടിരിക്കുക. അത് കഴിഞ്ഞ് ബസ്സിലൊക്കെ എനർജറ്റിക്കാ. ക്ലാസ്സിലെത്തി കഴിഞ്ഞ് അഗെയിൻ ഈ കുട്ടി ഉറങ്ങും. ഇതന്നെ ആയപ്പോ ടീച്ചേഴ്സ് എന്ത് ചെയ്തു, പാരന്റിനെ വിളിച്ചു. പാരന്റ് പറഞ്ഞ ഹൈലി എഡ്യൂക്കേറ്റഡ് ലേഡി കേട്ടോ, നല്ല വെൽ എഡ്യൂക്കേറ്റഡ് ആയ ലേഡി. അവരെ ഫസ്റ്റ് ബോൺ ചൈൽഡ് ആണെങ്കിൽ അത്യാവശ്യം പഠിക്കും, ഒരു കുഴപ്പമില്ല. അപ്പം നമ്മളെ സർക്കിളിൽ തന്നെ പല ആൾക്കാരും പറഞ്ഞു മടിയാണ്, ഇവന് മടിയാണ്, അമ്മ ഇരുത്തി പഠിപ്പിക്കാഞ്ഞിട്ടാണ്. യു ഹാവ് ടു ഗിവ് ടൈം, യു ഹാവ് ടു ഒരു സെറ്റ് എ ടൈം ടേബിൾ, കുട്ടീനെ ഒരു സമയത്ത് ഇരുത്തണം, രാവിലെ തന്നെ TV വെച്ച് കൊടുത്തിട്ടാണ്. അങ്ങനെ ഈ കുട്ടി ക്ലാസ് ബൈ ക്ലാസ് LKG കഴിഞ്ഞു, UKG കഴിഞ്ഞു, grade 1 കഴിയുമ്പോഴേക്കും കുട്ടീന്റെ ആ ചെറുപ്പത്തിൽ ഉണ്ടായിരുന്ന സ്മാർട്ട്നെസ്സേ പോയി. ഹി സ്റ്റോപ്ഡ് പ്ലേയിങ്. കുട്ടികളുടെ കൂടെ ഒന്നും കളിക്കുന്നില്ല. ലെഗോന്റെ കുറച്ച് ഗെയിംസ് എടുത്തിട്ട് അതിലേക്ക് മാത്രം ഈ മോൻ മാറുക. നമ്മൾ പോയാൽ പോലും ഒരു ചിരി കുട്ടി പോയി. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ ലേഡീന്റെ മദർ, ദാറ്റ് മീൻസ് ഈ ചൈൽഡിന്റെ ഗ്രാൻഡ് മദറും ഒരു ടീച്ചറാണ്. അവര് ഗൾഫ് കൺട്രീസിൽ പോയപ്പോ ആ അമ്മമ്മ പറഞ്ഞു, നിങ്ങൾ ഈ പറയുന്ന മടി അല്ല തോന്നൂട്ടോ, ദർ ഇസ് സംതിങ് ബിഹൈൻഡ് ഇറ്റ് എന്ന്. അങ്ങനെ അവര് ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് നേടിയപ്പോഴാണ് അറിയുന്നത് ഹി വാസ് ഡിസ്ലെക്സിക് എന്ന്. അപ്പൊ വിജിത ആക്ച്വലി നമ്മൾ ഈ മടി എന്ന് ചിലപ്പോ ഈ മടിയല്ല പറയുന്നത്, കുട്ടിയോളിൽ പറയുന്നത് അങ്ങനെ ഒരു വേർഡ് മടിയാണോ, അതോ ഡു ദേ ആക്ച്വലി ഹാവ് സം റീസൺസ്? എനിക്ക് ആ ചോദ്യം ഭയങ്കര ഇഷ്ടമായി. ബിക്കോസ് പലപ്പോഴും നമ്മുടെ കുട്ടികള് കേൾക്കുന്ന ഒരു കാര്യമാണ് ആ ബ്ലെയിമിങ്. നിനക്ക് മടിയാണ്, നിന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ല. ആക്ച്വലി മടി എന്ന് പറയുന്നത് ഒരു ലക്ഷണം മാത്രമാണ്, അതൊരു അവസ്ഥയല്ല. അതൊരു ലക്ഷണമാണ്, അത് രോഗവുമല്ല, മനഃപൂർവ്വമല്ല, അതൊരു സ്വഭാവവുമല്ല. അപ്പൊ മടിക്ക് പുറകിലുള്ള കാരണങ്ങളാണ് കണ്ടെത്തി പരിഹരിക്കേണ്ടത്, മടിയല്ല. നമുക്ക് എപ്പോഴാണ് മടി വരിക? അതെ, ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോ ഇഷ്ടമില്ലാത്തത് നമ്മളെ ഏൽപ്പിക്കുമ്പോ നമുക്ക് ഒരു മടി വരും. അസുഖം വരുമ്പോ മടി വരുമോ? അല്ലേ, വരും. അപ്പൊ ഡെയിലി നമ്മൾ ചായ വെക്കുന്നു, ഭക്ഷണം ഉണ്ടാക്കുന്നു, അപ്പോഴൊന്നും നമുക്ക് മടിയില്ല. പക്ഷെ നമുക്ക് പീരീഡ്സ് ആവാൻ പോവാണ്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും തലവേദന, മൈഗ്രെയിൻ ആണ്, പനി വരുന്ന ലക്ഷണമാണെങ്കിൽ നമ്മൾ അന്ന് ചിലപ്പോ 6 മണിക്ക് ചായ വെക്കുന്ന ആൾ 6:30 വെക്കുള്ളൂ. അപ്പൊ അതിനെ മടി എന്ന് പറഞ്ഞാൽ അതിന്റെ പേരിൽ നിങ്ങളെ ബ്ലെയിം ചെയ്താൽ നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യും? അതെ, എന്നെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ ഗതികേട്. പലർക്കും അത് മനസ്സിലാവും കൂടിയില്ല. ഞാൻ എന്തോ മോശമാണ്, എനിക്കെന്തോ സ്വഭാവ പ്രശ്നം കൊണ്ടാണല്ലോ എനിക്ക് മടി വന്നത്. അപ്പൊ ആക്ച്വലി മടി എന്ന് നമ്മൾ ലേബൽ ചെയ്യുമ്പോൾ അതിന്റെ പുറകിലുള്ള റീസൺ കണ്ടെത്താം. ദർ ആർ സോ മെനി റീസൺസ്. ലൈക്ക് ഫിസിക്കലി ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മടി വരാം, ഇമോഷണൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മടി വരാം, ഇതുപോലെയുള്ള സൈക്കോ എഡ്യൂക്കേഷണൽ ഡിഫിക്കൽട്ടീസ് ഉണ്ടാവുമ്പോൾ മടി വരാം. അപ്പൊ ഏറ്റവും ഈസി എന്താ അറിയോ, മടിയാണെന്ന് പറഞ്ഞാൽ തള്ളിക്കറിയാം. അപ്പൊ അവിടെ നമുക്ക് പാരന്റ്സിന് സ്കിൽ ഉപയോഗിക്കണ്ട, ബുദ്ധി ഉപയോഗിക്കണ്ട, ക്ഷമ വേണ്ട, ഒന്നും വേണ്ട. ആരാ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണ്ടേ? കുട്ടി. ഇഫ് യു വാണ്ട് യു ക്യാൻ ചേഞ്ച് യുവർ ആറ്റിറ്റ്യൂഡ്. അപ്പൊ അമ്മയ്ക്കും അച്ഛനും അതിന് ഉത്തരവാദിത്തമില്ല, ടീച്ചേഴ്സിനും അങ്ങനെ. അവസാനം ദ സൊസൈറ്റി എന്ത് പറയും? ഇവനൊരു മടിയനാ, മടിച്ചിയാ, നീ അവനെ വിട്ടുകളാ. പക്ഷെ മടിയുടെ കാരണങ്ങൾ നമ്മൾ ചെറിയ കാരണം പറയുകയാണെങ്കിൽ ഹീമോഗ്ലോബിന്റെ അളവ് കുറഞ്ഞ മടി വരും. മനസ്സിലായോ? തൈറോയിഡിന്റെ പ്രശ്നമുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നങ്ങൾ വരും, മടി വരാം. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ മടി വരും. മനസ്സിലായോ? ഇപ്പൊ ഇത്രയും ഫിസിക്കൽ കണ്ടീഷൻ വീക്ക് ആണോ? കണ്ണിന് കുറെ നേരം നമുക്ക് വായിക്കണം, എഴുതണം ചെയ്യേണ്ട പ്രോസസ്സാണ് പഠനം. അപ്പൊ കാഴ്ചക്കുറവ് നമ്മൾ ഫൈൻഡ് ചെയ്തിട്ടില്ല എങ്കിൽ ഒരു 10 മിനിറ്റ് 20 മിനിറ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് കണ്ണ് വേദന വരും. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് എഴുതാൻ പറയുമ്പോൾ കുട്ടിക്ക് എന്ത് വരും?
പറ്റത്തില്ല. പറ്റില്ല. അപ്പൊ കുട്ടി എനിക്ക് കണ്ണു നനയ്ക്കണു. അപ്പൊ അമ്മ പറയുന്ന ഒരു ചോദ്യമുണ്ട്, അല്ലെങ്കിൽ അച്ഛൻ, TV കാണാൻ കുഴപ്പമില്ലല്ലോ, എഴുതാൻ പറയുമ്പോ മാത്രം. കറക്റ്റ് ദാറ്റ് ഇസ് സംതിങ് ഇൻട്രസ്റ്റിംഗ് തിങ് ആണ്. അത് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. അതിൽ കുറെ ഹാപ്പിനെസ് കിട്ടുന്നുണ്ട്. എഴുതുമ്പോ എന്തെന്നാ കിട്ടുന്നത്? അതെ. സിസ്റ്റത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് എഴുത്തും വായനയും. കുട്ടിക്ക് ഇഷ്ടമില്ല. അപ്പൊ ആ കാഴ്ചക്കുറവ് കണ്ടുപിടിച്ചിട്ടില്ല എങ്കിലും മടി വരും. ഇനി ചെവിയിൽ ചെപ്പി അടഞ്ഞിട്ടുണ്ടെങ്കിൽ, വാക്സ് ഉണ്ടെങ്കിൽ കുറെ കാലം കഴിയുമ്പോൾ കൂടുതലാവും, അടഞ്ഞു പോവും. കുട്ടിക്ക് ലാസ്റ്റ് ബെഞ്ചിൽ ഇരിക്കുമ്പോ കേൾക്കാൻ പറ്റില്ല. അപ്പൊ കൺസെപ്റ്റിന്ന് കുറെ വിട്ടുപോകും. ഫസ്റ്റ് ബെഞ്ചിൽ ഇരിക്കുമ്പോ പ്ലസും കേൾക്കണ്ട. മൈനസും പഠിച്ച് ലാസ്റ്റ് ഇരിക്കുമ്പോഴാണ് മൾട്ടിപ്ലിക്കേഷൻ പഠിക്കുന്ന സമയം എന്ന് വിചാരിക്കും. കേൾക്കൂല, കാണൂല, ഒന്നും ചെയ്യൂല. അവസാനം മൾട്ടിപ്ലിക്കേഷൻ ഇല്ലാതെ അവസ്ഥ വരും. അപ്പൊ ഹോംവർക്ക് ചെയ്യാൻ പറ്റില്ല, എക്സാം എഴുതാൻ പറ്റില്ല, ബ്ലെയിമിങ് വരും. അപ്പൊ മടിയാണ്. അപ്പൊ മടിക്ക് പുറകിലുള്ള കൃത്യമായ റീസൺ. ഇവിടെ ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ട്. ഞാൻ മടിച്ചയാണെന്ന് പണ്ട് മുതലേ എല്ലാവരും പറയും. ബിക്കോസ് എനിക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ട്. ഞാൻ 4 വരി എഴുതി കഴിഞ്ഞാൽ അതിൽ 25 സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവും. വള്ളി പുള്ളി ഉണ്ടാവില്ല. എന്നിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ ഫേസ്ബുക്കിലൊന്നും എഴുതരുത്, അല്ലേ? അപ്പൊ ചില വാക്കുകൾ നമ്മൾ പിരിച്ചെഴുതും, ചേർത്തെഴുതും. ഞാൻ എപ്പോഴും പിരിച്ച് എഴുതുള്ളൂ. മനസ്സിലായോ? അപ്പൊ നിറം മങ്ങുന്നു അല്ലെങ്കിൽ അങ്ങനെ വാക്കുകൾ എഴുതുമ്പോ നമ്മൾ ഒന്നിച്ചെഴുതുന്നതും മനസ്സിലായില്ലേ ഞാൻ പറയണത്? മനസ്സിലായി മനസ്സിലായി. എനിക്ക് അങ്ങനെ ചേർത്ത് എഴുതാൻ പെട്ടെന്ന് പറ്റില്ല. അപ്പൊ നല്ല മലയാളം പ്രാവീണ്യമുള്ള ആളുകൾക്ക് ഇത് കാണുമ്പോ അരോചകമായി തോന്നും. അപ്പൊ എന്നോട് ചോദിച്ചിട്ടുണ്ട്, നീ എന്തിനാണ് ഇത് എഴുതുന്നത്? മനസ്സിലായില്ലേ? പക്ഷെ ഞാൻ നല്ലോണം എഴുതുന്ന ആളാണ്. എനിക്ക് അറിയാം എഴുതാൻ. എന്നുവെച്ചാൽ നല്ലോണം എന്ന് പറഞ്ഞാൽ സാഹിത്യപരമായിട്ടല്ല, അല്ല, പക്ഷേ ഈ interesting. വർത്തമാനം പറയുന്ന പോലെ എഴുതും. അപ്പൊ പണ്ട് ഞാൻ എഴുതാതിരുന്നത്, നമ്മൾ 4 വാക്ക് എഴുതി കഴിഞ്ഞാൽ വള്ളിയില്ല, കുനുപ്പില്ല, ഈസും വാസും മാറിപ്പോകും, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരും, നല്ല സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടാവും. അപ്പൊ അടി കിട്ടും. നീ ശ്രദ്ധിക്കാണ്ടാണ്, നീ മടിച്ചിയായതുകൊണ്ടാണ്, നീ എഴുതി പഠിക്കാത്തതുകൊണ്ടാണ്. അപ്പൊ അതെങ്ങനെ ശരിയാവും? അപ്പൊ നമ്മൾ ഗ്രാജുവലി ആവറേജ് സ്റ്റുഡന്റിൽ നിന്ന് നമ്മൾ താഴോട്ട് പോകും. അതെ. അപ്പൊ മടിയാണ്. അപ്പൊ നമ്മൾ TV കാണുന്നുണ്ടാവും, കളിക്കാൻ പോകും, നമുക്ക് ബാക്കി എന്റർടൈൻമെന്റ് ഫാക്ടേഴ്സിലേക്ക് പോകും. അപ്പം വിജി, ഇപ്പം ഇങ്ങനെ ഉള്ളൊരു കുട്ടിക്കോ നാച്ചുറലി കോൺഫിഡൻസ് ലെവൽ കുറയും അല്ലേ? നമ്മൾ ഈ വളർന്ന് വരുമ്പം കുറെ വരുമ്പോഴും ഈ കോൺഫിഡൻസ് കുറയും. അപ്പൊ വിജി ഇപ്പൊ ഇങ്ങനെ കോൺഫിഡൻസ് ആയിട്ട് ഇങ്ങനെ ആൾക്കാരുടെ അടുത്ത് സംസാരിക്കുന്നതിന് സെൽഫ് മോട്ടിവേഷൻ ആയിരുന്നോ അതോ ഫ്രം an another സോഴ്സ് മോട്ടിവേഷൻ കിട്ടിയോ? അല്ല, ഇതിലെന്തറിയോ, എനിക്ക് പൊതുവേ സ്റ്റേജ് ഫിയർ ഇല്ല. എനിക്ക് പൊതുവെ സ്റ്റേജ് ഫിയർ ഇല്ല. ആളുകളോട് സംസാരിക്കാൻ എനിക്ക് മടിയൊന്നുമില്ല. ഞാൻ എന്താണോ ഞാൻ അത് പ്രസന്റ് ചെയ്യും. മേ ബി എന്റെ ഗ്രാൻഡ് പാരന്റ്സ്, എന്റെ അമ്മയുടെ അച്ഛനും അമ്മയൊക്കെ, അച്ഛൻ ഭയങ്കര, അതായത് മുത്തശ്ശൻ വളരെ കോൺഫിഡൻസോട് കൂടി കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ്. ഉള്ളതുപോലെ പറയും. ഞാൻ ഗ്രാൻഡ് പാരന്റ്സിന്റെ കൂടിയാണ് വളർന്നത്. എന്റെ അച്ഛന്റെ അമ്മയും അതുപോലെ ഭയങ്കര റൂളിംഗ് പവർ ഉള്ള ആളായിരുന്നു. അതുകൊണ്ട് അത്രയും മക്കളുടെ ഇടയിൽ അവര് വളർന്നു. നമുക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ടെങ്കിലും എനിക്ക് കോൺഫിഡൻസിന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. മേ ബി വിവരമില്ലാഞ്ഞിട്ടാന്ന് പറയും ചിലപ്പോ. ഇങ്ങനെ പോയി പറഞ്ഞാൽ കളിയാക്കുന്നുള്ളൊരു ബോധം വേണ്ടേ? എനിക്കതൊന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ പക്ഷെ ലാംഗ്വേജിന്റെ പ്രശ്നം കാരണം മേ ബി കോൺവെന്റിലാണ് പഠിച്ചതെങ്കിലും നമുക്കറിയാം, അന്ന് കോൺവെന്റിൽ പഠിക്കുമ്പോൾ ഇംഗ്ലീഷ് ഒന്നും വലിയ രീതിയിലൊന്നും നമുക്ക് അറിയില്ല. അത് മാത്രമായിരുന്നു പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ ടോസ്റ്റ് മാസ്റ്ററിലേക്ക് വന്നത്. പക്ഷെ മോട്ടിവേഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഒന്നും ഉണ്ടെന്ന് തോന്നില്ല. ഞാൻ ഇങ്ങനെയാണ് അന്നും ഇന്നും. വിജയ്, ഇപ്പൊ ഞാൻ എന്റെ ഒരു ലൈഫ് എക്സാമ്പിൾ, എന്റെ എക്സാമ്പിൾ ആണ്. ഞാൻ ഒരു 5th ആയപ്പോഴത്തേക്കിനും ഡാഡിക്ക് ട്രാൻസ്ഫറബിൾ ജോലിയാണ്. അപ്പൊ എന്നെ KV-യിലേക്ക് മാറ്റി. KV എന്ന് പറഞ്ഞാൽ അന്ന് സോഷ്യൽ മുഴുവൻ ഹിന്ദിയിൽ, ഹിന്ദിക്ക് തന്നെ 2 ടെക്സ്റ്റ് ബുക്ക്, മാത്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളതിനെക്കാട്ടും ഡബിൾ എന്ന് പറഞ്ഞാൽ, ഞാൻ സ്റ്റേറ്റ് സ്കൂളിൽ പഠിക്കുകയായിരുന്നു, എന്നെ നേരെ KV-യിലേക്ക് ആയിട്ടിരിക്കണേ. അപ്പം ആ സ്റ്റേറ്റ് സ്കൂളിൽ ഒരൊറ്റ ടെക്സ്റ്റ് ബുക്ക് ആയിരുന്നു മാത്സിന് ഉണ്ടായിരുന്നത്. ഇത് 2 എണ്ണം, ഓൾജിബ്ര, ജോമെട്രി എന്ന് പറഞ്ഞ 2 ടെക്സ്റ്റ് ബുക്സേ ഉണ്ടായിരുന്നു. സാൻസ്ക്രിറ്റ് ഇവർക്ക് 5th തുടങ്ങും KV-യിൽ. എന്നെ കൊണ്ട് 6th KV-യിൽ ചേർത്തത്. എനിക്ക് ഹിന്ദി ഞാൻ 5th ഖ ഖ ഗ ഒക്കെ നമ്മൾ അങ്ങോട്ട് അക്ഷരങ്ങൾ പഠിച്ച്, സേ കലം കമൽ അങ്ങനെ വേർഡ്സ് ഫ്രെയിം ചെയ്ത് മാത്രം ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന എന്നെ കൊണ്ട് KV-യിൽ ഇട്ടപ്പം സോഷ്യല് വരെ ഹിന്ദിയിൽ. എനിക്ക് എന്താ അക്ഷരങ്ങളെന്ന് അറിയില്ല, വേർഡ്സ് എന്താണെന്നറിയില്ല, മീനിങ് എന്താണെന്നറിയില്ല. ഞാൻ കുറേ അങ്ങോട്ട് സ്ട്രഗിൾ ചെയ്തു കേട്ടോ. അപ്പം വിജി പറയുന്ന പോലെ ഈ ഒരു ആവറേജ് സ്റ്റുഡൻറ്റിൽ നിന്ന് അങ്ങ് താഴെ പോയി. എന്താന്ന് പറഞ്ഞാൽ ഇരുന്ന് ബൈഹാർട്ട് ചെയ്യാ മാത്രമേ ഉള്ളൂ. ദർ ഇസ് നോ അണ്ടർസ്റ്റാൻഡിങ്. 12th വരെ ഞാൻ KV-യിൽ എങ്ങനെയൊക്കെയോ 10th ഒക്കെ പാസ്സായി. 11th 12th വരെ തീർത്തു. എനിക്ക് തന്നെ ഭയങ്കര ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല. അവിടുത്തെ കുട്ടികളൊക്കെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ടേ ഹിന്ദിയും പറഞ്ഞ് സ്റ്റേജിൽ കയറി പലതും ചെയ്യുന്നു, എന്നെ കൊണ്ട് ഇതിനൊന്നും കൊള്ളില്ല. ഡിഗ്രി ആയപ്പം
ഞാൻ ഓർത്തു എനിക്ക് ഈ എന്റെ ക്ലാസ്മേറ്റ്സോ എനിക്ക് പരിചയമുള്ളവരോ ആരും എന്റെ ക്ലാസ്സിൽ വേണ്ട. അങ്ങനെ ഒരു സിറ്റുവേഷൻ കിട്ടിയ ഐ വോണ്ട് ടു ചേഞ്ച്. എനിക്ക് എന്നെ തന്നെ ഐ വോണ്ടഡ് ടു ഹെൽപ്പ് മൈസെൽഫ്. എന്നെ തന്നെ ചേഞ്ച് ചെയ്യണം. ബിക്കോസ് ദിസ് ഇസ് നോട്ട് വാട്ട് ഐ വോണ്ട് ടു ലിവ്. ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അയ്യോ ഞാൻ പറയുന്നത് തെറ്റാവോ, അയ്യോ ഞാൻ അത് ചെയ്താൽ ശരിയാവോ, ഫെഡപ്പായി. അങ്ങനെയാണ് ഞാൻ കോളേജിൽ പോയപ്പം എനിക്ക് ശരിക്കും ഫിസിക്സ് എടുത്ത് പഠിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അവിടെ ഒരു റെക്കമെൻഡേഷനിൽ കിട്ടിയെന്ന് തോന്നുന്നു, മാർക്ക് കുറവാ. അവിടെ ചെന്നപ്പം ഈ സ്കൂളിലെ 2-3 കുട്ടികളുണ്ട്. അപ്പം എനിക്ക് ഫിസിക്സ് വേണ്ട. അപ്പം ഞാൻ അങ്ങനെ ഒരു കോഴ്സ് എടുത്തു. വേർ ദർ വാസ് നോ വൺ ഫെമിലിയർ ടു മീ. അവിടുന്ന് ഞാൻ ചേഞ്ച് ആയി. ബിക്കോസ് എനിക്കെന്നെ എന്നെ തന്നെ ചേഞ്ച് ആവണം എന്ന് തോന്നി. അപ്പൊ റൈറ്റ് ഫ്രം ഫസ്റ്റ് ഞാൻ എന്നെ തന്നെ പുഷ് ചെയ്ത് എല്ലാ ആക്ടിവിറ്റീസിലും കൊണ്ട് ചേർപ്പിച്ചു. എനിക്ക് പേടിയുണ്ട്, എല്ലാം ഉണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ഒരു എല്ലാവർക്കും ചിലപ്പം അങ്ങനത്തെ ഒരു സാഹചര്യം കിട്ടില്ല വേർ യു കുഡ് ചേഞ്ച്, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു കുട്ടിയാണോ, അല്ലെങ്കിൽ ആ കുട്ടിയായിട്ട് വന്ന് പറയണമല്ലോ, നമ്മൾക്ക് എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലൊക്കെ വരുമ്പോ? ഇല്ല, ഇതില് എന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ട് അതിലേക്ക് വരാം. ആ. സ്കൂൾസിലൊക്കെ നല്ലോണം നമുക്ക് ഡിമോട്ടിവേഷൻ കിട്ടിയിട്ടുണ്ട്. ആ. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഡെവലപ്പ് ചെയ്യാനുള്ള എല്ലാ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിനേക്കാൾ കൂടുതൽ നമ്മൾ പാർഷ്യാലിറ്റി നല്ലോണം അനുഭവിച്ച വിഭാഗത്തിൽപ്പെട്ട കുട്ടികളിൽ ഒരാളാണ് ഞാനും. ആവറേജ് സ്റ്റുഡന്റ് ആണ്. പിന്നെ നമ്മൾ ബാക്കി അന്നത്തെ കാലത്ത് കാസ്റ്റും റിലീജിയസ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മുടെ ബോഡി ഷെയ്മിങ് ഒക്കെ നല്ലോണം, ഞാൻ നല്ല ഗുണ്ടുമണിയായിരുന്നു. മനസ്സിലായി. എനിക്ക് ഇപ്പോഴും എന്റെ പാവാടയുടെ ആ വലിപ്പം ഓർമ്മയുണ്ട്. വട്ടം ഹിപ്പിന്റെ സൈസ് ഇപ്പോഴും എനിക്കത് അങ്ങനെ മനസ്സിൽ നിൽക്കുവാണ്. ബിക്കോസ് അതൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും എന്തുകൊണ്ടോ എനിക്ക് അതിനെക്കുറിച്ച് ഞാൻ ആലോചിക്കാറേ ഇല്ലായിരുന്നു. എനിക്ക് ഇപ്പോഴും എന്റെ ഓഫീസ് റൂം ഓർമ്മയുണ്ട്. എനിക്ക് ഞാൻ എന്റെ അടുത്ത് പറഞ്ഞത്, പ്രിൻസിപ്പളെ വിളിച്ചു, HM വിളിപ്പിച്ചു, എന്റെ ഗ്രാൻഡ് ഫാദറിനെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, കുട്ടി പരീക്ഷയിലൊക്കെ തോറ്റിരിക്കുകയാണ്. 1-ലോ 2-ലോ നമ്മൾ തോറ്റിട്ട് പറയാണ്. എപ്പോഴും ആ വാക്കുകൾ എനിക്ക് ഓർമ്മയുണ്ട്. അച്ഛനും അമ്മയും ഗൾഫിലായതുകൊണ്ട് നിങ്ങൾ ലാളിച്ച് വഷളാക്കിയത് കൊണ്ടാണ് കുട്ടി തോറ്റത്. ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് ലേണിംഗ് ഡിസബിലിറ്റി. അവർക്ക് അറിയേയില്ല ആ സാധനം. എന്നിട്ട് ഇതാണ്. അപ്പൊ എന്റെ അച്ഛനാണ്, ഞാൻ അച്ഛൻ വിളിക്കുക. അച്ഛൻ പറഞ്ഞു, അല്ല കുട്ടിയെ ഞാൻ വഷളാക്കുന്നില്ല, അവളൊക്കെ നല്ല അടി കൊടുക്കുന്നുണ്ടല്ലോ. അല്ലല്ല, നിങ്ങൾ വഷളാക്കുന്നത് കൊണ്ടാണ് കുട്ടി തോൽക്കുന്നതെന്ന് പറഞ്ഞ ആ ഇൻസിഡന്റ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അപ്പോഴും അവര് ബ്ലെയിം ചെയ്യുന്നത് നമ്മളെയാണ്. എന്തുകൊണ്ട് ഈ കുട്ടി തോൽക്കുന്നു എന്നുള്ളൊരു അന്വേഷണമില്ല. അപ്പൊ അതൊക്കെ നമ്മളെ ഡിമോട്ടിവേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഞാൻ അന്നേ വിചാരിച്ചു, എനിക്കൊരു ലാബിൽ കിട്ടിയ എന്താ, പഠിക്കാത്ത കുട്ടി, അതങ്ങോട്ട് മെയിൻറ്റെയിൻ ചെയ്യാം. അതുപോലെ ഞങ്ങൾ ജോഗ്രഫിയില് ക്ലാസ്സിലെ 60 പേരില് 40ഓളം പേര് തോറ്റ് 10ാം ക്ലാസ് പഠിക്കുമ്പോ. ഈ 40 പേരെയും പ്രിൻസിപ്പള് അസംബ്ലി കഴിഞ്ഞിട്ട് ഗ്രൗണ്ടിൽ നിർത്തിച്ചു, വെയിലത്ത്. എന്നുവെച്ചാൽ 10ാം ക്ലാസ് ആണ്, റോൾ മോഡൽ ആവേണ്ട കുട്ടികളാണ്. തോറ്റില്ലേ, എല്ലാരും അവിടെ നിൽക്കുക. അപ്പൊ ഈ ക്ലാസ് ഇവിടെയുള്ള മുഴുവൻ പിള്ളേര് നമ്മളെ കാണാം. പക്ഷെ അതൊക്കെ ഞാൻ എൻജോയ് ചെയ്തു കേട്ടോ. ബാക്കിയുള്ളവരുടെ കാര്യം എനിക്കറിയില്ല. പക്ഷെ അങ്ങനെ വരുമ്പോഴും ഡിമോട്ടിവേറ്റഡ് ആയിട്ട് പഠിത്തം മോശമാവാനുള്ള സാഹചര്യങ്ങൾ എന്റെ ഫാമിലി സ്ട്രക്ചറിൽ ഭയങ്കര വിള്ളിച്ചകൾ വന്നപ്പോഴും എന്നെ അത് ബാധിച്ചിട്ടില്ല. പെരിഫറലി പഠനത്തെ ഒന്നിനും എന്നെ അത് ബാധിച്ചിട്ടില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇപ്പോഴും ഞാൻ പറയും, പ്രശ്നം വന്നൂലേ എന്നതിനപ്പുറത്തേക്ക് ഞാൻ പോവാറില്ല. ഞാനും ഹസ്ബൻഡും തമ്മിൽ എന്തെങ്കിലും ഇഷ്യൂ വന്നാൽ മാത്രമാണ് അത് ഡെപ്തിലേക്ക് പോവുകയും, ബിക്കോസ് അദ്ദേഹം ഇല്ലെങ്കിൽ ഞാനില്ല. പിന്നെ എന്റെ കയ്യിലിരിപ്പുണ്ട്. പലപ്പോഴും പ്രശ്നങ്ങൾ വരുമ്പോ നമ്മൾ എന്താ വെച്ചാല് പല പ്രശ്നങ്ങളെ നമ്മൾ സില്ലി ആയിട്ടാണ് എടുക്കുക. മൂപ്പര് അങ്ങനെയല്ല, വളരെ ഗൗരവമായിട്ട് എടുക്കുമ്പോൾ ആ ഒരു മിസ്മാച്ച് വരുമ്പോ, അതിലൊരു വിഷമം വരുമ്പോ അത് ആ ഒറ്റ കാര്യം മാത്രമേ ഞാൻ ഡെപ്തിലേക്ക് എടുക്കുള്ളൂ. ബാക്കി എന്ത് വന്നാലും എനിക്ക് പ്രശ്നമില്ല. അത് ഞാൻ മേ ബി എന്റെ രക്തത്തിലുള്ളതായിരിക്കാം. ചിലപ്പോ അങ്ങനെ ആയാലേ സർവൈവ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത് ചെറുപ്പം മുതലേ ഞാൻ എടുത്ത സ്ട്രാറ്റജി ആയിരിക്കാം. അത് ശരിയാ. ഹോസ്റ്റലിലൊക്കെയാണ് ഞാൻ വളർന്നത്. എന്റെ സ്കൂൾ ലൈഫ് എന്ന് പറയുന്നത് ചെറിയ ചെറിയ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ദ ബെസ്റ്റ് ലൈഫ് എന്ന് പറയുന്നത് എന്റെ സ്കൂൾ ലൈഫാണ്. വിജയമാത എന്ന് പറയുന്നത് എനിക്ക് അത്ര ഇഷ്ടമുള്ള സ്കൂളാണ്. എന്റെ ഫ്രണ്ട്സ്, എന്റെ ഹോസ്റ്റൽ, നമ്മളൊന്നും കാണുന്ന ഹോസ്റ്റലേ അല്ല, നല്ല ഹോസ്റ്റലായിരുന്നു. എല്ലാ സ്വാതന്ത്ര്യമുള്ള, നല്ല ഭക്ഷണം തരുന്ന, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമാണ്. ഞാൻ CMS കോളേജിൽ പഠിക്കുമ്പോഴും എനിക്കവിടെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അതായത് വിട്ടു നിൽക്കുന്ന പ്രശ്നങ്ങൾ അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ ഈ പറഞ്ഞ പോലെ കുട്ടികൾ വരുന്നുണ്ട്, എന്നെ ഇങ്ങനെയൊക്കെയാണ്, എന്റെ ലൈഫ് കുട്ടിക്കാലത്ത് ഇങ്ങനത്തെ ട്രോമ കാരണം എനിക്കത് ഓർത്തപ്പോ പറ്റുന്നില്ല. ഹൗ ക്യാൻ ഐ ഓവർകം? നമ്മൾ തെറപ്പി ചെയ്യുന്ന സമയത്ത് ആ ചൈൽഡ്ഹുഡ് ട്രോമാസിനെ ഹീൽ ചെയ്യാന്നാണ് പറയാ.
മനസ്സിലായോ? ആ ഹീലിംഗ് പ്രോസസ് നടക്കണം. ഈവൻ 32 വയസ്സ് 40 വയസ്സായ സ്ത്രീകള് ഇപ്പോഴും ജോലിയിൽ വലിയ പോസ്റ്റിലാ. അവിടെ ഒരു ഫേക്ക് സെൽഫ് ഇട്ട് കോൺഫിഡൻസ് ഒക്കെ ഫേക്ക് ചെയ്തിട്ട് അവര് അവിടെ റൂൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്റേണലി അവര് ഭയങ്കര ഹെൽപ്ലെസ് ആണ്. ഒട്ടും ഹോപ്പില്ലാത്ത മനുഷ്യന്മാരാ. അപ്പൊ ഒരു ഘട്ടം കഴിയുമ്പോ എന്താ അറിയോ, ഇത് തമ്മിൽ കോൺഫ്ലിക്റ്റ് വരും. റിയൽ സെൽഫും മറ്റേ ഫേക്ക് സെൽഫും. അപ്പൊ മുന്നോട്ട് പോകാൻ പറ്റൂല. അങ്ങനെ എൻ്റെ അടുത്ത് വരുന്ന സ്ത്രീകൾ നമ്മൾ പാസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള സെക്ഷൽ അബ്യൂസ് ആണെങ്കിലും വീട്ടിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ട്രോമാസ്, വേറെ ട്രോമാസ്, ആൺകുട്ടീനെ പ്രതീക്ഷിച്ചിട്ട് പെൺകുട്ടിയെ കിട്ടിയ അവസ്ഥ, ആ കുട്ടി പിന്നീട് ലൈഫ് ലോങ് കടന്നു പോകേണ്ട ഒരു മാറ്റി നിർത്തലുകൾ, അബ്യൂസ് ചെയ്യപ്പെട്ടു എന്ന് പോലും വീട്ടിൽ പറയാൻ പറ്റാതെ അത് അഗ്രഷനായിട്ട് മാറും സ്വഭാവം. അപ്പോൾ ഇവള് താന്തോന്നിയാണ്, ഇവൾക്കൊരു സ്വഭാവ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെട്ട കുടുംബത്തിൽ നിന്ന് വരുന്ന കുട്ടികൾ. അപ്പൊ നമ്മൾ ആ ചൈൽഡ്ഹുഡിലുള്ള ട്രോമയാണ് ഹീൽ ചെയ്യുക. ആ കുട്ടീനെയാണ് നമ്മൾ അടുത്തിരുത്തി പാസിഫൈ ചെയ്ത്, ഓക്കെ നീ ഇപ്പൊ ഗ്രോൺ അപ്പ് ഗേൾ ആയി, നിനക്കിപ്പോ ബുദ്ധിയുണ്ട്, വിവരമുണ്ട്, നിനക്ക് ഇത്ര അനുഭവങ്ങളുണ്ട്, ഇത്രയും വിദ്യാഭ്യാസമുണ്ട് എന്നൊരു കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയിലൂടെ, CBTയിലൂടെ ആ ഒരു ഇൻസൈറ്റ് കൊടുത്ത് നമ്മൾ കൺഫ്രണ്ട് ചെയ്ത് ചോദ്യങ്ങൾ ചോദിച്ച് ഇനി എന്ത്, ഇനി എങ്ങനെ, അങ്ങനെ വരുമ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് ഹീലിംഗ് പ്രോസസ് നടക്കും. ചിന്തകളിൽ മാറ്റം വരുത്താൻ പറ്റും.